ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏതൻ ടി വിയുടെ ഈ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക്, വേദപഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മൾ ഈ ക്വാർട്ടറിൽ സവിശേഷമായ ചില വസ്തുതകളെക്കുറിച്ചുള്ള പാഠങ്ങളാണ് പഠിച്ചു വരുന്നത്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളിലെ മർമ്മങ്ങൾ, പ്രവചനങ്ങളിലെ സൂചനകൾ, അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സൂക്ഷ്മമായ സിംബൽസ്, പ്രതീകങ്ങൾ, അവയിലെ അടയാളങ്ങൾ, ഇതൊക്കെ നമുക്ക് വേദപുസ്തക പഠനത്തിനെ, നമ്മുടെ ഓരോരുത്തരുടെയും വേദപുസ്തക പഠനത്തിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതുമായി സംബന്ധിച്ച പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്നത്. സൂചകങ്ങൾ, സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ, ബൈബിൾ പ്രവചനങ്ങളെ എങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും എന്നതിനെ വിശദമാക്കുന്ന പാഠങ്ങളാണ്. അതിൽ കഴിഞ്ഞ 4 ആഴ്ചകളായി നമ്മൾ വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ സൂചകങ്ങളെക്കുറിച്ചും വ്യത്യസ്തമാർന്ന ആശയങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിലെ ഒരുപക്ഷെ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത അർത്ഥങ്ങളെക്കുറിച്ചുമൊക്കെ സവിസ്തരം നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രാഷ്ട്രങ്ങൾ എന്ന പാഠത്തെ സംബന്ധിച്ചാണ് പഠിച്ചത്. വേദപുസ്തകത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യവർഗത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? ഏദൻ പർദീസയിൽ മനുഷ്യന് വേണ്ടി മാത്രം ദൈവം വിഭാവനം ചെയ്ത, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ മനോഹരമായ ആ പർദീസയിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ട ശേഷമുള്ള അവൻ്റെ ജീവ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാത്തരം രൂപപരിണാമങ്ങൾക്കും സാമ്രാജ്യത്വ സൃഷ്ടികൾക്കും രാഷ്ട്രങ്ങളുടെ നിർമ്മിതികൾക്കും അവയിൽ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചും ഉള്ള ആ ഒരു പൊളിറ്റിക്സ്, ആ ഒരു രാഷ്ട്രീയം നമ്മൾ പഠിക്കുകയുണ്ടായി. രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്സ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയം നാം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ രാജാവ് എപ്പോഴും യഹോവയായ ദൈവം മാത്രമാണ്. മാനുഷികമായ കൽപ്പനകൾക്കോ മാനുഷികമായ വ്യവഹാരങ്ങൾക്കോ മാനുഷികമായ അധികാരങ്ങൾക്കോ അവിടെ ഒരിക്കലും സ്ഥാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവിക സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്ന മർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചാണ് നാം ഈ 2 പാഠങ്ങളിലൂടെ, തുടർച്ചയായ 2 രാഷ്ട്രങ്ങൾ എന്ന പേരിലുള്ള തുടർച്ചയായ 2 പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൽ തുടങ്ങി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ തുടങ്ങി മാനുഷികമായ ജാതീയമായ ഭരണകർത്തൃത്വം നമ്മുടെ ദേശത്ത് ഉടലെടുത്ത, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഉടലെടുത്ത കാലഘട്ടവും ക്രിസ്ത്യാനിത്വം ഉളവായ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ജാതീയ രാഷ്ട്രം നമ്മുടെ ഇടയിൽ ഉണ്ടായത് എന്നതിനെപ്പറ്റി നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. അതിനിടയിൽ ദൈവ സാമ്രാജ്യത്തെക്കുറിച്ച്, ദൈവികമായ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രങ്ങൾ എന്നതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. നമ്മുടെ മനപാഠവാക്യം സങ്കീർത്തനങ്ങൾ 46:10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും എന്ന് രാജകൽപ്പന, യഹോവയായ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ അവിടെ കഴിയുന്നുണ്ട്. നമുക്ക് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ച എപ്പോഴും ആവശ്യമായിരുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ വീഴ്ച എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നത് കൊണ്ട് എന്നത് തന്നെയാണ് ഉത്തരം. ദൈവത്തിൻ്റെ കേവലമായ ഒരു സൃഷ്ടിയല്ല മനുഷ്യൻ. പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളെയെല്ലാം ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ, സ്വന്തം കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുക്കുകയും തൻ്റെ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സവിശേഷ സൃഷ്ടിയാണ്. ആ ഒരു സവിശേഷ സൃഷ്ടി എന്ന നിലയിൽ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ ഉപരി മനുഷ്യൻ്റെ വീഴ്ച ആഗ്രഹിച്ചിരുന്നത് പ്രതിയോഗിയായ പിശാചാണ്. കാരണം അവൻ ദൈവത്തെക്കാൾ ഉന്നതനാകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചവനാണ്, ദൈവത്തെക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ചവനാണ്, ജാതികളുടെ ഇടയിൽ രാജാവാകാൻ ആഗ്രഹിച്ചവനാണ്, ജാതികളുടെ ഇടയിൽ ഭൂമിയിൽ ഉന്നതനാകുവാൻ ആഗ്രഹിച്ചവനാണ്. ഒരുപക്ഷെ അതിനു മുകളിൽ ദൈവത്തിൻ്റെ സ്വർഗീയ സാമ്രാജ്യത്തിൽ ദൈവത്തെക്കാൾ മുകളിൽ വസിക്കുവാൻ ആഗ്രഹിച്ചവനാണ് ലൂസിഫർ. ലൂസിഫറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്നും കഥയല്ല, വേദപുസ്തക ചരിത്രമാണ്.
ആ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ലൂസിഫറിൻ്റെ വീഴ്ച അവൻ്റെ സ്വർഗീയ സാമ്രാജ്യത്തിൽ നിന്നുള്ള, അവൻ്റെ പറുദീസയിൽ നിന്നുള്ള വീഴ്ചയായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നഷ്ടം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വാശി അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ വീഴ്ച അവന് അനിവാര്യമായ ഒന്നായിരുന്നു. അങ്ങനെ ഏദൻ പറുദീസയിൽ, ഏദൻ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ ആ സാമ്രാജ്യത്തിൽ അവൻ കടന്നുകൂടുകയും മനുഷ്യനെ വീഴ്ച വരുത്തുകയും ചെയ്തു. ഒരുപക്ഷെ മനുഷ്യന് സംഭവിച്ച ആ വീഴ്ചയെ പിശാച് ദൈവത്തിന് സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിനെ തോൽപ്പിച്ചതായിട്ടാണ് അവൻ അതിൽ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ ഏദൻ പറുദീസയിൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് മനുഷ്യനോട് ദൈവം കൽപ്പിച്ചിരുന്നത്. എന്നാൽ ആ കൽപ്പനയെ അവൻ അതിലംഘിക്കുകയും അതിൽ നിന്ന് ദൈവത്തിന് കൊടുത്ത വാക്കിനെ ലംഘിച്ചുകൊണ്ട് പിശാചിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പിശാചിൻ്റെ ആ വാക്കുകളിൽ മയങ്ങിക്കൊണ്ട് മനുഷ്യൻ പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. അപ്പോൾ ദൈവം നിർമ്മിച്ചതായ ഒരു പ്രദേശത്തെ, ദൈവം നിർമ്മിച്ചതായ ഒരു സാമ്രാജ്യത്തെ, ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനെ വീഴ്ചയിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ അവനെ തകർക്കുന്നതിന് തനിക്ക് സാധിച്ചു എന്ന് ഒരു പക്ഷേ പിശാച് ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ലൗകിക സാമ്രാജ്യങ്ങളുടെ വീഴ്ചകളെ, അതിൻ്റെ സൃഷ്ടികളെയും അതിൻ്റെ വീഴ്ചകളെയും ദൈവം എങ്ങനെയാണ് നിയന്ത്രിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കാൻ പോവുകയാണ്. ദൈവിക ആധിപത്യത്തിന് വിരുദ്ധമായി മനുഷ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തെക്കുറിച്ചും തുടർന്ന് നമ്മൾ ഈ ആഴ്ചയിൽ ചർച്ച ചെയ്യും. ഈ സത്യങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ലഭിച്ചത് ദൈവത്തിന് പകരം ഐഹിക രാജാക്കന്മാർ, പാപികളുടെ മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കലും ഒരു നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കാത്തതായ പിശാച് എന്നിവരെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും ഈ ആഴ്ചത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. രാഷ്ട്രങ്ങൾ എന്ന ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് പ്രഥമമായ കൽപ്പന എന്നാണ്. പ്രഥമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളൊക്കെ പ്രഥമൻ കുടിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളതിലേക്ക് ചെല്ലും. പ്രഥമൻ എന്നാൽ മധുരമുള്ള ഒരു പലഹാരം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നാണ് അർത്ഥം. പ്രഥമം എന്നാൽ പ്രധാനമായത് എന്നും അർത്ഥമുണ്ട്. പ്രഥമം എന്നാൽ ആദ്യത്തെ കൽപ്പന. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയ ശേഷം മനുഷ്യന് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പന ഏതാണ്? മനുഷ്യനോട് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ഏതാണ്? ഏദൻ തോട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് അവൻ്റെ അധികാരത്തിന് കീഴിലാക്കി കൊടുത്ത ആദ്യത്തെ പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷമാണോ ഏദൻ തോട്ടം സൃഷ്ടിച്ചത്, അതോ ഏദൻ തോട്ടം സൃഷ്ടിച്ച ശേഷമാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരു രസകരമായ ഒരു ചോദ്യം എന്ന നിലയിൽ ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങളൊന്ന് സ്വയം ഒന്ന് കണ്ടെത്തിക്കോളും. ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും ഇതിൻ്റെ ഉത്തരം, എങ്കിലും ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഈ ഏദൻ പറുദീസയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അവിടെ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആ മനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ഒരുക്കം, മനുഷ്യന് ജീവിക്കാനുള്ള ഒരു പറുദീസയുടെ ഒരുക്കം എപ്രകാരമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ 17-ാമത്തെ വാക്യമാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. 2-ന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുക എന്ന് ഇവിടെ നമ്മുടെ ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്. 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളണം. എങ്കിലും അതിൻ്റെ 17-ാമത്തെ വാക്യം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് 16, 17 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്താണ് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിബുദ്ധിമാനായിട്ടാണ് സൃഷ്ടിച്ചത്. തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അതായത് ആണും പെണ്ണുമായിട്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനിൽ നിന്ന് ആണത്വത്തിനെയും പെണ്ണത്വത്തിനെയും വേർപിരിച്ചല്ല ആ സമയം. ആ ഒരു ഏകീഭാവത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിയിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദൂതന്മാരേക്കാൾ അല്പമാത്രം കുറവായിരുന്നു അവൻ്റെ ബുദ്ധിശക്തി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ആ ഒരു വീഴ്ചയിലേക്ക് ചെന്ന് പെട്ടത്? ഇവിടെ വേദപുസ്തകത്തിൽ നമ്മുടെ ഈ പാഠത്തിൽ ഒരു പ്രയോഗം ഉൽപ്പത്തി 2:16 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 16 അല്ല, 17 വാക്യമാണ്. ടസ് എന്ന ക്രിയാധാതുവിൻ്റെ ആദ്യത്തെ ഉപയോഗം കൽപ്പിക്കാൻ എന്നായിരുന്നു. കൽപ്പിക്കാൻ, ആ കൽപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ കൽപ്പന, ദൈവം കൽപ്പിച്ചത് എന്തെന്നാൽ, അതായത് ദൈവം അവരോട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്തായിരുന്നു ആ ഉത്തരവ്? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷം ദൈവം സൃഷ്ടിച്ചതിനെപ്പറ്റി 8-9 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും ആ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. 2 വൃക്ഷങ്ങൾ. ഒന്ന് ജീവൻ്റെ വൃക്ഷം. ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ജീവൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുകയും മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൃക്ഷമായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വേർതിരിവ് ഉണ്ടാകുന്നുണ്ട്. മനുഷ്യന് ആ സമയം വരെയും നന്മ എന്താണെന്നോ തിന്മ എന്താണെന്നോ വേർതിരിച്ച് അറിയേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അവൻ ജീവിച്ചിരുന്ന പറുദീസയിൽ തിന്മകൾ ഉണ്ടായിരുന്നില്ല. അവിടെ നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്മ മാത്രം ഉള്ള ഒരിടത്ത് അവൻ്റെ കൺമുമ്പിൽ അവൻ അനുഭവിക്കുന്നതെല്ലാം നന്മയായിരുന്നു. എന്നാൽ തിന്മ എന്താണെന്ന് അവന് അറിയില്ലായിരുന്നു. അവന് ബുദ്ധി ഉണ്ടായിരുന്നു, അവന് ജ്ഞാനമുണ്ടായിരുന്നു, അവനെല്ലാത്തിനുമുള്ള കഴിവ് ദൈവം കൊടുത്തിരുന്നു. പക്ഷേ എന്നാൽ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്ന് ഈ ലോകത്തിൽ തിന്മയുണ്ടായിരുന്നോ എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ദൈവം ഭൂമിയിൽ ഈ സൃഷ്ടിയൊക്കെയും നടത്തുമ്പോൾ, ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ദൈവം ഭൂമിയിൽ ഏദൻ പർദീസ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിൽ തിന്മ ഉണ്ടായിരുന്നുവോ? തീർച്ചയായും അന്ന് ഭൂമിയിൽ തിന്മ ഉണ്ടായിരുന്നു. ആ തിന്മ എന്ന് പറയുന്നത് ആരായിരുന്നു? ലൂസിഫർ ആയിരുന്നു, പാമ്പായിരുന്നു. ആ തിന്മയാണ് വന്ന് ആരെ തെറ്റിക്കുന്നത്? ഹവ്വയെ തെറ്റിക്കുന്നത്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, അതായത് മനുഷ്യന് തിരിച്ചറിവിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മനുഷ്യനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ മനുഷ്യന് നന്മയെക്കുറിച്ചും അറിയാം, തിന്മയെക്കുറിച്ചും അറിയാം. അതിൻ്റെ അനന്തര ഫലമാണ്. എന്നിട്ട് മനുഷ്യൻ നന്മ മാത്രമാണോ ചെയ്യുന്നത്? അല്ല. അതാണ് പ്രതിസന്ധിക്കും രാഷ്ട്രങ്ങളുടെ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ ദൈവിക രാജ്യത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നതിനും കാരണമായത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൃഷ്ടിയെ മനുഷ്യരുടെ ഇടയിലേക്ക് വെക്കുമ്പോൾ അവിടെ മനുഷ്യൻ ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവ് എന്നുള്ളത് തന്നെ. നമ്മളെല്ലാവരും ജ്ഞാനികളാണ്. എല്ലാ മനുഷ്യരും ജ്ഞാനികളായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്.
കാരണം നമ്മളത് ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ് ആ ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, അല്ലേ? നമ്മളിതിനെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ, ജ്ഞാനത്തിനുള്ള ഇന്ദ്രിയങ്ങൾ. സൂക്ഷ്മമായി വിശകലനം ചെയ്ത് നോക്കൂ. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയല്ലാതെ ഒരറിവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ അറിവിൽ ഈ 5 ഇന്ദ്രിയങ്ങൾ കൂടെ അല്ലാതെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക്, നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക്, നമ്മുടെ ബോധ മനസ്സിലേക്ക് ഒരറിവും പ്രവേശിക്കുന്നില്ല. ഈ 5 ഇന്ദ്രിയങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ആരാണ്? ജ്ഞാനികൾ ആണ്. അപ്പോൾ വിജ്ഞാനികൾ ആരാണ്? ഈ 5 ഇന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവനാണ് വിജ്ഞാനി. അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും അവയിലൂടെ കിട്ടുന്ന അറിവിനെ നമ്മൾ തിരിച്ചറിയുകയും അതുപയോഗിച്ച് നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിലതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ച് പറയുകയും അതിൽ ശരിയായിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനെയാണ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകപൂർണമായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഏദൻ പ്രദേശത്തിൽ മനുഷ്യൻ ഈ തെറ്റ് ചെയ്യുന്ന സാഹചര്യം വരെ എന്തുണ്ടായിരുന്നില്ല? തെറ്റിനെയും ശരിയെയും മനുഷ്യന് വേർതിരിച്ചറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പാഠത്തിൽ 3-ാമത്തെ പാഠം പഠിച്ചപ്പോൾ അവിടെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ പറുദീസയിലായിരുന്നു. അതായത് മനുഷ്യനിൽ നിന്ന് ഒരു ഗാഠനിദ്ര വരുത്തി, മനുഷ്യനിൽ നിന്ന് സ്ത്രീത്വത്തിനെ വേർതിരുത്തി അവന് ഇണയായും തുണയായും കൊടുക്കുമ്പോൾ അവർ നഗ്നരായിരുന്നു. ആ നഗ്നരായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർക്കതറിയില്ലായിരുന്നു. ആ നഗ്നതയെക്കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം നഗ്നത എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിവ് ഇല്ലായിരുന്നു. അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണ് എന്നവർ തിരിച്ചറിയുന്നു. പാപം ഭൂമിയിൽ പ്രവേശിച്ച ശേഷമാണ് ഈ വേർതിരിച്ചുള്ള അറിവ് മനുഷ്യന് അറിയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു അവസ്ഥ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. നോക്കൂ, ഈ തിരുവെഴുത്തിൻ പ്രകാരം വേദപുസ്തകത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം മനുഷ്യൻ തിന്ന ശേഷം പിന്നീട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ഭരിക്കുകയും ബാക്കിയുള്ളവരെ ഭരിക്കാൻ ചുമതലപ്പെടുത്തുകയും അതിനുശേഷം അവൻ ജാതികൾ അതിനുശേഷം ഉണ്ടാവുകയും ആ ജാതികളുടെ മേൽ ഭരണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ലേഖകൻ ഒരു വാക്യം പറയുന്നുണ്ട്. നോക്കൂ, ഇസ്രായേലിലെ രാജാക്കന്മാർ ക്രമേണ കൂടുതൽ ദുഷ്ടരായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി ജനം ലൗകികരായി തീർന്നു. അതുകൊണ്ട് അവരുടെ ദൗത്യത്തിൽ നിന്ന് അവരെ നീക്കി അവരാഗ്രഹിച്ചതിൽ കൂടുതലായി അവർക്ക് വേണ്ടുന്നത് അവർ കൊടുത്തു. മാനുഷികമായ ഒരു ആധിപത്യം ഈ സാമ്രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ട് ആണ്. വളരെ ഭംഗിയുള്ള ഒരു വൃക്ഷമായിരുന്നു, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ ഫലമുള്ളതുമായ വൃക്ഷമായിരുന്നു ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. പക്ഷേ അത് തിന്നു കഴിഞ്ഞപ്പോൾ അവനിലുണ്ടായിരുന്ന ആ ഒരു ആത്മീയത, ദൈവികത നഷ്ടമാവുകയും ആത്മീയതയിൽ അവൻ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ തുടർന്ന് ദാനിയേലിൻ്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് രാജാക്കന്മാർ ദൈവത്തെ അനുസരിച്ചില്ല, അങ്ങനെ അനുസരിക്കാതെ വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ പ്രഥമമായ ഒരു കൽപ്പന എന്നത്, ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ കൽപ്പന എന്നത്, അരുത്, ചെയ്യരുത്, തിന്നുന്നാൾ നീ മരിക്കും എന്ന് കൽപ്പന കൊടുത്ത ശേഷവും അവനത് തിന്നാനുള്ള പ്രേരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തിന്മയ്ക്ക് എത്രമാത്രം ശക്തിയോടുകൂടി മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് മനുഷ്യനെ. അതിനുശേഷമാണ് മനുഷ്യാന്തരങ്ങൾ, മനുകുലങ്ങൾ ഉണ്ടാകുന്നത്, സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നത്, ആധിപത്യങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യത്തെ മനുഷ്യരായിരിക്കുന്ന ആദവും ഹവ്വയും തന്നെ ആ ഒരു വലിയ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വീഴ്ച വരുത്തി എന്ന രീതിയിൽ പിശാച് തുടർന്നുള്ള പ്രതിവചനങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്, പ്രതിധ്വനികൾ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇവിടുത്തെ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഇതിൽ ദൈവികമായൊരു പദ്ധതിയുണ്ട്. എന്തായിരുന്നു ദൈവികമായ പദ്ധതി? ആ പദ്ധതിയെക്കുറിച്ച് തുടർന്ന് നമുക്ക് പഠിക്കാം.
നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. വലിയൊരു സാമ്രാജ്യത്തെക്കുറിച്ച്, ഒരുപക്ഷെ വേദപുസ്തകത്തിൽ തന്നെ ദൈവം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദർശനത്തെക്കുറിച്ച്, സാമ്രാജ്യങ്ങളെക്കുറിച്ചും സാമ്രാജ്യങ്ങളുടെ തകർച്ചയെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തിലും വരുവാനിരിക്കുന്ന കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വലിയ ഒരു ദർശനത്തെക്കുറിച്ച് നമുക്ക് ദാനിയേൽ 2 നമ്മൾ പഠിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേദപുസ്തക ചരിത്ര കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാഠം പഠിച്ച് അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ മനുഷ്യൻ അതിലംഘിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ദാനിയേൽ 2 ദൈവം കൊടുക്കുന്ന വലിയ ദർശനം എങ്ങനെയാണ് സാമ്രാജ്യങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാകുന്നത്, സാമ്രാജ്യങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നം സൃഷ്ടിക്കുന്നത്? അതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ദാനിയേൽ 2. യഥാർത്ഥത്തിൽ ദാനിയേൽ 2 1 മുതൽ നമ്മൾ താഴോട്ട് അങ്ങറ്റം വരെ 40-ാമത്തെ 45-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ച് പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. നമുക്ക് ആ ചരിത്രഭാഗം അറിയാം, എങ്കിൽ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാതെ പോകാൻ തരമില്ല. അധ്യായം 2, ദാനിയേൽ 2, അതിൻ്റെ 1-ാമത്തെ വാക്യം. നെബൂഖദ്നേസർ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ ഒരു സ്വപ്നം കണ്ടു. അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ട് അവന് ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് കൽദയർ അരാമ്യക് ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. രാജാവ് കൽദയരോട് ഉത്തരം അരുളിയത്, വിധി കൽപ്പിച്ചു പോയി, സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥം അറിയിപ്പിൻ. അവർ പിന്നെയും, രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തി. അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത്, വിധി കൽപ്പിച്ചു പോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്താൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേ ഉള്ളൂ. സമയം മാറുവോളം എൻ്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. സ്വപ്നം പറവിൻ, എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും. കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിൻ്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്ര മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള ഒരു കാര്യം മന്ത്രവാദിയോടോ ആഭിചാരകരോടോ കൽദയരോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രുദ്ധിച്ച് ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഇതാണ് ഈ സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. പക്ഷെ സ്വപ്നം എന്താണെന്ന് അദ്ദേഹം മറന്നുപോയി. അത് വിശദമായിട്ട് പറയാൻ വേണ്ടി അക്കാലത്ത് ബാബിലോണിലുണ്ടായിരുന്ന മന്ത്രവാദികളെയും അഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും സകലമാനമായ ഇത്തരത്തിലുള്ള പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ രാജാവിൻ്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തി അവരോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ പറയുകയും എൻ്റെ അർത്ഥം പറയുകയും വേണം. അവർക്ക് ആർക്കും അത് വിശദീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പറയുകയാണ്, രാജാവ് സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾ പറയാം. അപ്പം രാജാവ് പറഞ്ഞ് അങ്ങനെ പറ്റില്ല, ഞാൻ വിധി പറഞ്ഞു പോയി, അതുകൊണ്ട് അങ്ങനെയേ പറ്റുള്ളൂ. അവർ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് തടവറയിൽ പിടിച്ചിരുന്ന ദാനിയേലിനെയും കൂട്ടരെയും കൂടെ കൊല്ലുവാൻ വേണ്ടി അന്വേഷിച്ചു. എന്നാൽ രാജാവിൻ്റെ അകമ്പടിയിലെ നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളയാൻ പുറപ്പെട്ട അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടി ഉത്തരം പറയുന്നു.
രാജസന്നിധിയിൽ നിന്നുള്ള ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിൻ്റെ സേനാപതിയായ അരിയോക്കിനോട് ചോദിച്ചു. അരിയോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവിനോടും മീശാവിനോടും അസറിയാവിനോടും കാര്യമറിയിച്ചു. അവർ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി സ്വപ്നത്തിൽ ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. നോക്കൂ, നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ നാം ദൈവത്തിനെ സ്തുതിക്കുകയും വേണം എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രവചന ഭാഗത്ത് ദാനിയേൽ എഴുതി വച്ചിട്ടുണ്ട്. ദാനിയേലും അക്കാര്യം നെബൂഖദ്നേസറിനെ അറിയിച്ചില്ല എങ്കിൽ ദാനിയേലിനും കൂട്ടർക്കും സംഭവിക്കുന്നതും എന്തു തന്നെയാണ്? മരണമാണ്. അവർ ദൈവത്തോട് അക്കാര്യം ആവശ്യപ്പെട്ടു, പ്രാർത്ഥിച്ചു. ദൈവം ദർശനത്തിൽ രാത്രിയിൽ ദാനിയേലിന് ആ രഹസ്യം പറഞ്ഞുകൊടുത്തു. അവനെന്ത് ചെയ്തു? ദൈവത്തിനെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും സ്തുതിയും എന്നേക്കും അവനുള്ളതല്ലോ എന്ന് അവൻ പറഞ്ഞു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയിക്കുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവയെ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ അറിയിച്ച് രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രഥമമായ ഒരു വസ്തുതയുണ്ട്, വളരെ പ്രധാനമായ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത്, ജ്ഞാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പിതാക്കന്മാരുടെ ദൈവം പൂർവപിതാവായ ആദാമിൽ നിന്ന്, ആദാം ദൈവത്തോട് മത്സരിച്ച് നേടിയ, അല്ലേ, ദൈവത്തോട് വാശി പിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആദാം ഇത്തരത്തിലുള്ള ഒരു നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സ്വന്തമാക്കുന്നത് ഒരിക്കലും ആശാസ്യമായ കാര്യമായിരുന്നില്ല, ഒരിക്കലും അനുഗ്രഹപ്രദമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അറിവിൻ്റെ അറിവ്, ജ്ഞാനത്തിൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് യഹോവയായ ദൈവമാണ് എന്ന് ദാനിയേൽ തിരിച്ചറിയുന്നുണ്ട്. ദാനിയേൽ പറയുകയാണ്, അവൻ ഈ പ്രപഞ്ചത്തിലെ സകല അധികാരങ്ങളുടെയും തലയാകുന്നു. അവൻ രാജാക്കന്മാരെ വാഴിക്കുന്നു, രാജാക്കന്മാരെ വീഴ്ത്തുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനത്തിനെ പകർന്നു കൊടുക്കുന്നു, വിവേകികൾക്ക് ബുദ്ധി കൊടുക്കുന്നു. അവൻ ഗാഠമായതിനെയും ഗൂഢമായതിനെയും മനുഷ്യന് പകർന്നു കൊടുക്കുന്നു. അവൻ വെളിച്ചത്തെ പകരുന്നു. പിതാക്കന്മാരുടെ ദൈവമാണ് അവൻ. അവൻ ജ്ഞാനവും ബലവും എനിക്ക് തന്നു. അതുകൊണ്ട് എനിക്കിത് പറയുവാൻ കഴിയുന്നു. ദൈവം തന്നിട്ടല്ലാതെ നമ്മിൽ ഒരറിവുമില്ല, ഒരു ബലവുമില്ല, ഒരു അധികാരവുമില്ല, ഒരു സ്ഥാനവും ഇല്ല. നമ്മൾ സഭയായാലും വ്യക്തിയായാലും സമൂഹമായാലും കുടുംബമായാലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യജീവികളും അധികാരമുള്ളവനായാലും അധികാരമില്ലാത്തവനായാലും പണ്ഡിതനായാലും പാമരനായാലും സമ്പത്തുള്ളവനായാലും സമ്പത്തില്ലാത്തവനായാലും ആരായിരുന്നാലും തിരിച്ചറിയേണ്ടത് ഇതൊക്കെയും നൽകുന്നത് യഹോവയായ ദൈവമാണ്. അവനിൽ കൂടി അല്ലാതെ ആർക്കും ഇതൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പിൻ. അതുകൊണ്ട് ദാനിയേൽ അവിടെയുള്ള എല്ലാ വിദ്വാൻമാരെയും നശിപ്പിക്കരുത്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത് എന്ന് അവൻ ചെന്ന് നേരെ നെബൂഖദ്നേസർ രാജാവിനോട് അറിയിക്കുകയും അരിയോക്ക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുപോയി ബെൽസസർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട അർത്ഥവും സ്വപ്നവും അറിയിപ്പാൻ നിനക്ക് സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാനിയേൽ ഉത്തരം പറഞ്ഞത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്ന ഒന്നല്ല. അത്
രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനായ ദൈവം ഇന്ന് എനിക്കത് അറിയിച്ച് തന്നിരിക്കുന്നു. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിനുണ്ടായ ദർശനവും ഇതാണ് എന്ന് പറഞ്ഞ് നെബൂഖദ്നേസർ രാജാവിൻ്റെ ആ ദർശനത്തിനെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലയോ രാജാവേ, ഇനിമേലിൽ സംഭവിക്കാനിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഇതാ അറിയിച്ചിരിക്കുന്നു. ആ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് രാജാവ് കണ്ട ദർശനമോ എന്ന് പറഞ്ഞ് ആ വലിയ ദർശനത്തിനെ നെബൂഖദ്നേസറിന് ദാനിയേൽ അവിടെ വിവരിച്ചു കൊടുക്കുന്നു. 31 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വലിയ 35 വരെയുള്ള വാക്യങ്ങളിൽ ആ ദർശനം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി കളിമണ്ണ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറന്നു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം, അർത്ഥവും അടിയൻ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ സ്വപ്നത്തെ, നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെ അവിടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. നോക്കൂ, അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാബിലോണ്യ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ദാനിയേൽ ഉൾപ്പെടെ ഉള്ളവർ നെബൂഖദ്നേസറിൻ്റെ തടവറയിൽ വീഴ്ത്തപ്പെടുന്നത്. മനുഷ്യ പുരോഗതിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും വിഗ്രഹാരാധനയിലും മന്ത്രവാദത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. സാമ്രാജ്യങ്ങൾ, നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ വാക്കാണ് എടുത്തു ഉപയോഗിക്കേണ്ടത്, അവിടുത്തെ രാജാക്കന്മാർ മഹാദുഷ്ടന്മാരായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. അവർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ്റെ ഒരു തരത്തിലും മനുഷ്യന് ശുഭാപ്തി വിശ്വാസത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ വലിയ ദർശനം ഈ മനുഷ്യർക്ക്, ആ മനുഷ്യന് നെബൂഖദ്നേസർ എന്ന മഹാരാജാവിന് ഉണ്ടാകുന്നത്. പക്ഷേ ആ സാമ്രാജ്യങ്ങളുടെ തുടർന്നും അപ്പോൾ നിലവിലുള്ള സാമ്രാജ്യത്തെക്കുറിച്ചും ഇനി വരുവാനിരിക്കുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി എങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ ആധിപത്യം നിലനിർത്തുന്നതും ആ സാമ്രാജ്യങ്ങളുടെ ആധിപത്യം തകർന്നു പോകുന്നതും എങ്ങനെയാണ് എന്ന് വളരെ വിശദീകരിക്കുന്നു. 35 വരെയുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ ദർശനത്തിൻ്റെ അർത്ഥവും തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 45-ാമത്തെ വാക്യം വരെയും നമ്മളവിടെ വായിക്കുമ്പോൾ ആ ഓരോ സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ തകർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും വിശദമായിട്ട് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനത്തിൻ്റെ അർത്ഥവും ആശയവും പഠിക്കലല്ല ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളത് കൊണ്ട് ആ ദർശനത്തിൻ്റെ വ്യാപ്തിയിലേക്ക് ഈ സമയത്ത് പോകുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. 45-ാമത്തെ വാക്യം, കൈ തൊടാതെ വന്ന് ആ പ്രതിമയെ, ആ ദർശനത്തിൽ കണ്ട പ്രതിമയെ തകർത്ത് കളഞ്ഞ കല്ല് എന്തായിരുന്നു? മഹാദൈവമായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാനിയേൽ ആ ദർശനത്തിനെ അവിടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. നോക്കൂ, ദാനിയേലിലെ പലതരത്തിലുള്ള ലോഹങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. സ്വർണ്ണപ്പറ്റി പറയുന്നു, താമ്രത്തെപ്പറ്റി പറയുന്നു, വെള്ളിയെപ്പറ്റി പറയുന്നു, പിച്ചളയെപ്പറ്റി പറയുന്നുണ്ട്, ഇരുമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇതും തമ്മിലൊന്നും ചേരാത്ത, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഇഴചേരില്ല, പരസ്പരം ആശയങ്ങൾ കൊണ്ട് ചേരില്ല എന്ന് പറയും പോലെ കാൽപാതിയിൽ നിൽക്കുന്ന കളിമണ്ണും ഇരുമ്പും അല്ലേ, അതൊക്കെ ഇന്നത്തെ സമകാലിക കാലഘട്ടത്തിലെ രാജ്യങ്ങളെ ഉദ്ദേശിക്കണം. ആരും തമ്മിൽ പരസ്പരം യോജിക്കുകയില്ല. യുദ്ധങ്ങളും യുദ്ധശുദ്ധികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും പരസ്പരം ഏകീകൃതമായ ആശയത്തിൽ പോലും, എന്തിന് ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ദൈവികമായ ആശയങ്ങളിൽ പോലും മനുഷ്യരും സാമ്രാജ്യങ്ങളും അധികാരങ്ങളും ഒരിക്കലും ഒന്നിച്ചു നിൽക്കുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം,
അതിനോടൊപ്പം ദൈവം ഇല്ല എന്ന് പറയുന്ന യുക്തിചിന്തയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. ഇവിടെ ഈ ലേഖകൻ പറയുന്നുണ്ട്, ചാൾസ് ഡാർവിൻ, കാൾ മാർക്സ്, 19-ാം നൂറ്റാണ്ടിലെ മറ്റ് ചിന്തകന്മാർ മനുഷ്യവർഗം മേലോട്ടുള്ള പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും ജീവശാസ്ത്രപരമായും സാമൂഹികമായും മനുഷ്യൻ വളരുകയാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ പറ്റി പഠിപ്പിച്ച യുക്തിവാദികളായിട്ടുള്ള ആളുകൾ, ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ആളുകൾ, അവരവരുടെ സിദ്ധാന്തങ്ങളുടെ മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിൽ ഉത്ഭവിച്ചത്, അല്ലെ ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു ആശയമാണ് നടപ്പിലാക്കിയത്. അങ്ങനെ എങ്ങനെയാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവൻ ഭൂമിയിൽ ഉത്ഭവിച്ചത് എന്നതിനെപ്പറ്റി ഡാർവിൻ്റെതായ ഒരു ആശയം ഉണ്ടായിരുന്നു. പിൽക്കാലത്തത് അപ്പാടെ നിരസിക്കപ്പെട്ടുവെങ്കിലും ദൈവശാസ്ത്രത്തിന് വിരോധമായി പ്രബോധനം നടത്തുകയാണ് ഡാർവിൻ ചെയ്തത്. ഇനി മാർക്സിൻ്റെ കാര്യം എടുത്താലോ, മാർക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു പ്രചാരകനായിരുന്നു. ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കുകയോ ദൈവനീതിയെ അംഗീകരിക്കുകയോ ദൈവശാസ്ത്രത്തിനെ അംഗീകരിക്കുകയോ ചെയ്തവനായിരുന്നില്ല. മനുഷ്യരുടെ ഇടയിലേക്ക് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുക്തിചിന്തയെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാങ്കേതിക വിദ്യ ഇത്രത്തോളം വികസിച്ചിരിക്കുന്ന കാലം, നോക്കൂ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാങ്കേതിക വിദ്യ എത്രത്തോളം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ ദൈവികമായ ആശയങ്ങളുടെ അല്ലെങ്കിൽ ദൈവിക ചിന്തയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക മാത്രമല്ല മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യനെ പോലും വകവയ്ക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. അവൻ ദൈവത്തിനെ പല ഘട്ടങ്ങളിലും ദൈവത്തിനെ എന്ത് ചെയ്യുന്നില്ല, അവൻ ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവത്തിനെ മനസ്സിലാക്കുന്നില്ല. ഈ എല്ലാ പരാതിയും ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യമൊക്കെയും തകർത്ത് കളയുന്ന, ഈ മനുഷ്യൻ നിർമ്മിക്കുന്ന ഈ മനക്കോട്ടകളെയൊക്കെയും മനുഷ്യൻ നിർമ്മിക്കുന്ന ഈ സാങ്കേതികമായ കോട്ടകളൊക്കെയും തകർത്തെറിയുന്ന ഒരു കാലം വരും. അതാണ് പ്രവചനത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും യുദ്ധങ്ങളുണ്ടാവുകയും മഹായുദ്ധങ്ങളുണ്ടാവുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ മഹായുദ്ധങ്ങളുണ്ടാവുകയും മനുഷ്യ സമൂഹം തന്നെ ചിതറിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്യും. അവിടെയൊക്കെ ദൈവത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ പോകുന്നതെന്നാണ് ദാനിയേലിൻ്റെ ദർശനം നമ്മോട് വെളിപ്പെടുത്തുന്നത്. ഈ രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവന് വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കാൻ കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട് ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് അവൻ കൽപ്പിച്ചു. നോക്കൂ, ദൈവത്തിനെ ആ ഒരൊറ്റ ദർശനത്തിലൂടെ, താൻ പോലും മറന്നുപോയ ആ ഒരൊറ്റ ദർശനത്തിലൂടെ നെബൂഖദ്നേസർ രാജാവ് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനത്തിൻ്റെ ഒരു മർമ്മം എന്നാണ്. ആ ഒരു തിരിച്ചറിവ്, ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവ്, സകല രഹസ്യങ്ങളുടെയും കാരണക്കാരനും സകല രഹസ്യങ്ങളുടെയും വെളിപ്പെടുത്തുന്നവനും സകലത്തിനെയും മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവനും സകലത്തിനെയും മനുഷ്യന് ശാസിച്ചും ശിക്ഷിച്ചും നടപടികളിലൂടെയും സ്നേഹിച്ചും മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളിടത്താണ് ദാനിയേൽ 2 ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ദർശനം അന്ത്യകാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആ ദർശനത്തിന് മറ്റൊരു വ്യാഖ്യാനമാണ് ഉണ്ടായിരുന്നത്, മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം, അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം കൂടിച്ചേരാത്ത സമൂഹങ്ങളാണ് എന്നുള്ളത്. വ്യക്തികൾ പോലും, സാമ്രാജ്യങ്ങളൊന്നും കൂടിച്ചേരില്ല, വ്യക്തികൾ കൂടിച്ചേരില്ല. ആശയപരമായും അല്ലാതെ സാമ്പത്തികമായിട്ടും ഒരിക്കലും ഒരു സമൂഹവും ഒന്നിച്ചു ചേരില്ല. പരസ്പരം കൂടിച്ചേരാത്ത ഇരുമ്പും കളിമണ്ണും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സാമ്രാജ്യം പോലെയാണ് അവരെല്ലാം. എന്ത് ചെയ്യും? എല്ലാ സാമ്രാജ്യങ്ങളും, മാനുഷികമായി നിർമ്മിക്കപ്പെടുന്ന എല്ലാ സാമ്രാജ്യങ്ങളും തകർത്തെറിയപ്പെടും. ഇവിടെ നിലനിൽക്കുന്നത് ഒരേ ഒരു സാമ്രാജ്യം മാത്രമേ ഉള്ളൂ. ഒരു മഹാപർവ്വതമായി വളർന്ന ആ കൈ തൊടാതെ വന്ന കല്ലാണ് ഇവിടെ ഒരു വലിയ സാമ്രാജ്യമായി മാറാൻ പോകുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാമ്രാജ്യമാണ് എന്ന് ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളവനായ ദൈവം ദൈവാധിദൈവവും രാജാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നുവെന്ന് നെബൂഖദ്നേസർ തിരിച്ചറിഞ്ഞതുപോലെ നമ്മളും എന്ത് ചെയ്യുക? തിരിച്ചറിയുക. അതാണ് ഈ ദർശനത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റൊരു ദർശനത്തിനെക്കുറിച്ച്, ദാനിയേലിന് ദൈവം കൊടുത്ത മറ്റൊരു ദർശനത്തെക്കുറിച്ചാണ് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ദാനിയേൽ 2 നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ ദാനിയേലിന് രഹസ്യത്തിൽ വെളിപ്പെടുത്തിയവനായ ദൈവം ആ ദർശനത്തിൻ്റെ വ്യാഖ്യാനം നൽകിയതിൻ്റെ തുടർച്ചയാണ് ശരിക്കും
ഈ ദാനിയേൽ 7 പറയുന്നത്. കാരണം അവിടെ പറയുന്ന 4 സാമ്രാജ്യങ്ങളെ പറ്റിയാണ് തിരിച്ച് ഈ ദാനിയേൽ 7 നമുക്ക് വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനിയേൽ എത്രത്തോളം ഇതിൻ്റെ ഒരു തീക്ഷ്ണതയെ ദാനിയേൽ അനുഭവിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം പ്രവചന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ആണെന്ന് എനിക്ക് തോന്നുന്നു. 7:28 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഈ കാര്യത്തിൻ്റെ ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവം മാറി, എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു എന്നാണ് ദാനിയേൽ പറഞ്ഞത്. അത്രത്തോളം കഠിനമായ അല്ലെങ്കിൽ തീക്ഷ്ണമായ ഒരു പ്രവചനമാണ് ദാനിയേലിന് അവിടെ ദാനിയേലിന് ഉൾക്കൊള്ളാൻ വേണ്ടി ദൈവം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദർശനം ആരംഭിക്കുന്ന ദാനിയേലിൻ്റെ പ്രവചനം 7-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ബാബേൽ രാജാവായ ബെൽസെസറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാണ് ആ പ്രവചന ഭാഗം ആരംഭിക്കുന്നത് തന്നെ. അത് ഏകദേശം BC 555-556 കാലഘട്ടത്തിലാണ് ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. BC 555-556 കാലഘട്ടത്തിൽ ബാബിലോണിയൻ രാജാവായ ബെൽസെസറിൻ്റെ കാലഘട്ടത്തിലാണ് ദാനിയേൽ ഈ ദർശനം കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഒരു പ്രവചന ഭാഗത്തിനെ ഈ ദർശനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. 1-ാമത്തേതിന് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അത് മനുഷ്യഹൃദയവും കൊടുത്തു. 2-ാമത് കരടിയോട് സദൃശ്യമുള്ള മൃഗത്തെ ഞാൻ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചും കൊണ്ടുനിന്നു. അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സമാനമായ മറ്റു മൃഗത്തെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവുമായ അതിബലവുമുള്ളതായ 4-ാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തനിരുന്ന്, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല പോലെയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായ വിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. തുടർന്നിങ്ങനെ ആ ഒരു ദർശനത്തെ ദാനിയേൽ വിവരിക്കുന്നുണ്ട്. നോക്കൂ, ദാനിയേലിനെ കാണിക്കുന്നത്, ഇവിടെ ലേഖകൻ പറയുന്നത് ദാനിയേലിനെ കാണിക്കുന്നത് നെബൂഖദ്നേസറിനെ കാണിച്ച അതേ വിഷയം തന്നെയാണ്. പക്ഷേ മറ്റൊരു കാഴ്ചപ്പാടിൽ 4 സാമ്രാജ്യങ്ങളുടെ വളർച്ചയും തകർച്ചയും ദൈവം എങ്ങനെയാണ് ഈ വ്യത്യസ്ത സാമ്രാജ്യങ്ങളെ തകർത്ത് കളയുന്നത് എന്നതിനെ പറ്റിയാണ് അവിടെ നമുക്ക് കണ്ടത്. അതിൽ 1-ാമത്തേത് ഒരുപക്ഷെ ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ദർശനത്തിൽ കണ്ടത് 4 കാറ്റും മഹാസമുദ്രത്തിൽ നിന്ന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരകയറി വന്നു. ഈ രംഗത്തിൽ അനവധിയായ ചലനങ്ങളുണ്ട്. കടലിൽ നിന്ന് ഉയർന്നു വരുന്നതായ ആദ്യത്തെ മൃഗത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുവാൻ വേണ്ടി തന്നിരിക്കുന്ന ആ ഒരു വിശദീകരണം എന്ന് പറഞ്ഞു. ആദ്യത്തെ മൃഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അല്ലേ? ദാനിയേലിൻ്റെ പ്രവചനം
7-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറഞ്ഞുപോയി. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യഹൃദയവും കൊടുത്തു എന്ന് പറയുകയാണ്. അത് ഏത് സാമ്രാജ്യമാണ്? അത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ വേദപുസ്തകം അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ സിംഹ ചിഹ്നം ബാബിലോണിൻ്റെ തന്നെ ഒരു സവിശേഷതയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ. പ്രത്യേകിച്ച് നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്ത് ആ സാമ്രാജ്യത്തിൻ്റെ ഓപ്പണിംഗ്, ആ സാമ്രാജ്യത്തിൻ്റെ കവാടമായിരുന്ന ഇഷ്ടാർ ഗേറ്റ് പ്രവേശന കവാടത്തിൽ ഇരുവശത്തും നീല നിറത്തിലുള്ള ഇഷ്ടികകളാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന എന്തുണ്ടായിരുന്നു? സിംഹത്തിൻ്റെ പ്രതിമകളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകത്തിനെ പറ്റി പഠിച്ചിട്ടുള്ള ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സിംഹത്തിൻ്റെ കഴുകിൻ്റെ ചിറകുകൾ പറിച്ചെടുത്തത് നെബൂഖദ്നേസറിൻ്റെ പിന്നീട് വരുന്ന ഭ്രാന്തിനെ ആ സമയത്തെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യരുടെ രാജ്യത്തിൽ അത്യുന്നതൻ വാഴുന്നു എന്ന് അവൻ മനസ്സിലാക്കി ദൈവം അവനെ താഴ്ത്തി. ദാനിയേലിൻ്റെ പ്രവചനം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നെബൂഖദ്നേസറിന് അവിടെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ കരയിൽ നിന്ന് ജാതികളുടെ യുദ്ധം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൃഗം കരയിലേക്ക് തൻ്റെ പ്രദേശത്തേക്ക് കയറി വന്നു. ജാതികളുടെ പ്രശ്നങ്ങൾ അപ്പോൾ തൻ്റെ പ്രശ്നങ്ങളായി, തൻ്റെ ജനത്തിൻ്റെ പ്രശ്നങ്ങളായി മാറി. അവർ ജാതികളെപ്പോലെ ജീവിക്കാൻ തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് അപ്പോൾ അവർ ജാതികളോടും അവരുടെ കീഴിലും ജീവിക്കും. ബാബിലോണിയ ആധിപത്യം മുതൽ പിന്നീട് ഒരിക്കലും ദൈവത്തിൻ്റെ ഉടമ്പടി ജനം പൂർണ്ണമായും എന്ത് ചെയ്തില്ല? ആസ്വദിച്ചില്ല. ദൈവവുമായുള്ള ഉടമ്പടിയിൽ നിന്ന് ആ ബാബിലോണിയ സാമ്രാജ്യത്തിലെ ജനങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് തകർച്ച സംഭവിച്ചു. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്ന ദർശനത്തിലെ ആദ്യത്തെ ഭാഗം, തലയുടെ ഭാഗം വരുന്ന ബാബിലോണിയ സാമ്രാജ്യം പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? തകർക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 43 വർഷമാണ് നെബൂഖദ്നേസർ രാജാവ് BC 604 മുതൽ 561 വരെ 43 വർഷമാണ് നെബൂഖദ്നേസർ രാജാവ് ആ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി വാണിരുന്നത്. പക്ഷേ BC 539 ആയപ്പോൾ ഒരു ശക്തമായ സാമ്രാജ്യമായിരുന്നുവെങ്കിലും ആ ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 2-ാമത്തെ സാമ്രാജ്യം ഉയർന്നു വരുന്നു. മേദ്യ പേർഷ്യ എന്ന സാമ്രാജ്യം ഉയർന്നു വരികയും ആ സാമ്രാജ്യം ബാബിലോണിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ദർശനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി അവിടെ നടവേറുകയാണ്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ദർശനത്തിൻ്റെ പ്രസക്തി എന്താണ്? ദൈവജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം ആയിട്ടുള്ള ഒരു ആശയ സമുച്ചയത്തിലേക്ക്, ആശയത്തിൻ്റെ ലോകത്തിലേക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ജനത്തിന് പോകാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവജനത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞെപ്പോഴും ദൈവമാണ്. ചരിത്രപരമായി നിരവധി രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും ആ രാഷ്ട്രങ്ങൾ അധപ്പതിക്കുകയും രാഷ്ട്രങ്ങൾ തകർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ അവർ ദൈവികമായ ആശയങ്ങളുടെ പക്ഷത്തു നിന്ന് പിന്മാറിപ്പോയപ്പോൾ അവർക്ക് പകരം പുതിയ സാമ്രാജ്യങ്ങൾ ഉടലെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ദാനിയേൽ 7:13 വായിക്കുമ്പോൾ, ദാനിയേൽ 7:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത്, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിൻ്റെ 4 കാറ്റും സമുദ്രത്തിന് നേരെ ആഞ്ഞടിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വ്യാപരിച്ചിരിക്കുന്നതായ ആ വലിയ ശക്തി 4 ഭാഗത്തു നിന്നും ആ സാമ്രാജ്യത്തിനെ പൂർണ്ണമായി എന്ത് ചെയ്യണം? തകർത്ത് കളയുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തിൽ എപ്പോഴും ആർക്ക് മാത്രമേ സ്ഥാനമുണ്ടാകാൻ പാടുള്ളൂ? ദൈവത്തിന് മാത്രമേ സ്ഥാനമുണ്ടാകാൻ പാടുള്ളൂ. പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത് സാമ്രാജ്യങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും വൈയക്തികമായി നമ്മളതിനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തല്ല എങ്കിൽ സ്വാഭാവികമായും നമുക്കൊരു തകർച്ച തന്നെയായിരിക്കും ഉണ്ടാകുക. മറിച്ച് നാം ദൈവത്തെ ഉൾക്കൊള്ളുകയും ദൈവിക ഭരണത്തിന് നാം സ്വയം അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും കാരണം ദൈവം നമ്മുടെ രാജാവായി മാറുകയും ദൈവം നമ്മുടെ അധികാരിയായി മാറുകയും അവൻ നമുക്ക് ഉന്നതനായിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ ആ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
വെളിപാട് പുസ്തകം നമ്മൾ 7 സഭകൾക്കുള്ള ദൂത് പഠിക്കുമ്പോൾ ഓരോ സഭയുടെ ദൂത് നൽകിയ ശേഷവും യോഹന്നാന് നൽകിയ വെളിപാടിലൂടെ ദൈവം പറഞ്ഞിട്ടുള്ളത് ജയിക്കുന്നവന് എന്ന് പറഞ്ഞ് ഓരോന്നും പറഞ്ഞിട്ടുള്ളത് ജയിക്കുന്നവൻ, ലവോദിക്ക സഭയോട് പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുവാൻ. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ വൃക്ഷത്തിൽ ഫലം തിന്മാൻ കൊടുക്കും, അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്. അങ്ങനെ ജയിക്കുന്നവൻ ആരാണ്? ജയിക്കുന്നവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക സാമ്രാജ്യത്തിന് ഇടം കൊടുക്കുക, ദൈവത്തിൻ്റെ അധികാരത്തിന് ഇടം കൊടുക്കുന്നവനാണ് ജയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അധികാരത്തിന് ഇടം കൊടുക്കാതെ വരുമ്പോൾ ഏത് സാമ്രാജ്യവും എന്ത് ചെയ്യപ്പെടും? തകർക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ദർശനത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ സമകാലിക ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വരാം. ബുധനാഴ്ച പാഠത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലക്കെട്ട് കടലിനും കരയ്ക്കും മധ്യേ എന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചു വരുന്ന ഈ ക്വാർട്ടറിലെ പാഠങ്ങളൊക്കെയും വേദപുസ്തകത്തിലെ സിംബൽസിനെ, വേദപുസ്തകത്തിൽ പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രതീകങ്ങളെ, സൂചനകളെ, അടയാളങ്ങളെ ഒക്കെ ആധാരമാക്കിയാണ്. നമ്മൾ കഴിഞ്ഞ 2 ദർശനങ്ങൾ പഠിച്ചപ്പോഴും ചില അടയാളങ്ങളും സൂചനകളും ഉണ്ടായിരുന്നു. നബൂഖദ്നേസർ രാജാവിൻ്റെ ദർശനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഒരു വലിയ പ്രതിമ കണ്ടു, അതിൽ 4 സാമ്രാജ്യങ്ങളെപ്പറ്റി കണ്ടു, കൈതൊടാതെ വന്ന ഒരു കല്ലിനെ പറ്റി. അതെല്ലാം ഓരോ പ്രതീകങ്ങളാണ്, ഓരോ സിംബൽസാണ്. അതിൻ്റെ തല താമ്രം കൊണ്ടുണ്ടായിരുന്നത് ഒരു സിംബലാണ്, കാൽപാദം കളിമണ്ണ് കൊണ്ടും പകുതി ഇരുമ്പ് കൊണ്ടുമായിരുന്ന ഒരു പ്രതീകമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച ബെൽസസറിൻ്റെ ദർശനത്തിലെ 4 കാറ്റ്, 4 പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ശക്തമായ അടിച്ച കാറ്റ് ഒരു പ്രതീകമാണ്. ഇറ്റ്സ് എ സിംബൽ. ലോക സാമ്രാജ്യത്തിൻ്റെ വൻ ശക്തികളായി കടന്നു വരാവുന്ന 4 സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണത്. ഒരു സാമ്രാജ്യത്തിന് ശേഷം മറ്റൊരു സാമ്രാജ്യം, അത് ആദ്യത്തെ ബാബിലോണിയൻ സാമ്രാജ്യവും പിന്നീട് പേർഷ്യൻ സാമ്രാജ്യവും പിന്നീട് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കീഴിലുള്ള ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ സാമ്രാജ്യത്തെയും സൂചിപ്പിക്കുന്ന 4 വൻ ശക്തികളെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു അവിടെ കിട്ടിയത്. ഓരോ കാലഘട്ടത്തിന് ശേഷവും ഓരോ പ്രവചന നിറവേറൽ ഉണ്ടാവുകയാണ്. അത് ആദ്യം ദൈവം ആർക്ക് നൽകി? നെബൂഖദ്നേസറിലൂടെ നൽകപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും ചില പ്രതീകങ്ങളെക്കുറിച്ച്, കാറ്റ് ഒരു പ്രതീകമായിരുന്നത് പോലെ, കൈതൊടാതെ വന്ന കല്ല് ഒരു പ്രതീകമായിരുന്നത് പോലെ, താമ്രം കൊണ്ടുണ്ടാക്കിയ തല ഒരു പ്രതീകമായിരുന്നത് പോലെ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതും വെള്ളി കൊണ്ടുണ്ടാക്കിയതും ഇരുമ്പും കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ ഓരോ ശരീരഭാഗങ്ങൾ ഓരോ സിംബൽസ് ആയിരുന്നത് പോലെ ഇവിടെ വേദപുസ്തകത്തിൻ്റെ ഈ ദാനിയേലിൻ്റെ പ്രവചന ഭാഗത്ത് പറയുന്ന മറ്റ് ചില പ്രതീകങ്ങളുണ്ട്. അതിലൊന്ന് കരയാണ്, മറ്റൊന്ന് കടലാണ്, മറ്റൊന്ന് വെള്ളമാണ്. ഈ 3 പ്രതീകങ്ങളെക്കുറിച്ചാണ് ഈ ദിവസത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നോക്കൂ. ആദ്യത്തെ ഭാഗത്ത് പ്രതീകമായി ഭൂമിയും കടലും തൊടുവിച്ച് വെക്കുമ്പോൾ സാധാരണയായി ഭൂമി പ്രതിനിധീകരിക്കുന്നത് ശരിയായ ക്രമത്തിലുള്ള ഒരു ലോകത്തെയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ദേശത്തെ പോലും. എന്നാൽ കടൽ പരാമർശിക്കുന്നത് ജാതീയമായ രാഷ്ട്രങ്ങളെയാണ് കടൽ സൂചിപ്പിക്കുന്നത്. കടൽ കരയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ജാതീയ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ജാതീയമായ ആചാരങ്ങളോടുകൂടി, ജാതീയമായ വിശ്വാസങ്ങളോടുകൂടി ദൈവത്തെ നിഷേധിക്കുന്നവരായി, ദൈവശാസ്ത്രത്തെ നിഷേധിക്കുന്നവരായി വന്ന 4 സാമ്രാജ്യങ്ങൾ, കടലിൽ നിന്നും കാറ്റ്, 4 വശത്തു നിന്നും കാറ്റടിച്ചു, വലിയ കാറ്റ് വന്നു എന്നാണ് ബെൽസസറിന് നൽകിയ ദർശനത്തിൽ നമുക്ക് കണ്ടെത്തുന്നത്. ആ വൻശക്തികൾ വന്നതുപോലെ തന്നെ ഇവിടെ ആ വൻശക്തികൾ കടലിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ, കര എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഭൂമി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതായ, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതായ, സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്നതായ ഒരു ദേശത്തെയാണ്, ഇസ്രായേലിനെയാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ കടൽ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്താൽ സ്ഥാപിക്കപ്പെട്ട, പിൽക്കാലത്ത് താറുമാറാക്കപ്പെട്ട സാമ്രാജ്യങ്ങളുടെ ഒരു സൂചനയാണ് അവിടെ കണ്ടെത്താൻ കഴിയുന്നത്. നമ്മൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ, 13-ാം അധ്യായത്തിൻ്റെ 1-11 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കവിടെ അത് കണ്ടെത്താൻ കഴിയും. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു നോക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകത്തിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന്
അവളുടെ പിന്നാലെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, അവിടെ മറ്റൊരു സൂചകത്തെയാണ് പറയുന്നത്. എന്താണ്? വെള്ളം എന്ന സൂചനയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രവചനങ്ങളിൽ വെള്ളം പ്രതിനിധീകരിക്കുന്നത് ലൗകിക ആധിപത്യവും അതിന് ചുറ്റിപ്പറ്റിയുള്ള കലാപങ്ങളും കുഴപ്പങ്ങളും ആണ്. ഈ കലാപങ്ങളും കുഴപ്പങ്ങളും എങ്ങനെയാണ്, ഏത് പ്രദേശത്താണ് ഉണ്ടാകുന്നത് എന്ന് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ സാധിക്കുക ഇല്ല. മറിച്ച് അതുകൊണ്ട് സാത്താൻ ഏത് ദേശത്തും ഏത് നേതാക്കന്മാരിലൂടെയും ഏത് പ്രദേശത്തും എപ്പോഴും വേണമെങ്കിലും ജനങ്ങൾ എന്ത് ചെയ്യാം? ആക്രമിച്ചേക്കാം. പ്രവചനത്തിലെ ഈ വെള്ളം ലൗകികമായ ആധിപത്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ, നേതാക്കന്മാരുടെ പ്രചോദനത്താൽ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ സാധിച്ചതെന്ന് സഭാചരിത്രത്തിൽ കൂടി നമുക്ക് ഇത് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണോ കരയിലെ മൃഗം ആദ്യം കുഞ്ഞാടിനെ പോലെ കാണപ്പെട്ടത്? നോക്കൂ, മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തെപ്പോലെ അല്ലെ, വ്യാജ പ്രവാചകന്മാരായി, കള്ളപ്രവാചകന്മാരായി ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുവാനും തെറ്റിക്കുവാനും വേണ്ടി അവതരിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ അന്ത്യകാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? സാമ്രാജ്യങ്ങളുടെ സ്ഥാപകരായിരിക്കുന്ന, സാമ്രാജ്യങ്ങളുടെ അധിപതിയായിരിക്കുന്ന, ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞ് ലോകങ്ങളെ തെറ്റിക്കാൻ നടക്കുന്ന അവിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, തെറ്റായ വിശ്വാസങ്ങളുടെ പ്രവാചകന്മാരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സമീപിക്കാതിരിക്കുക. ഇവിടെ വേദപുസ്തകം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. പുതിയ ഇസ്രായേലായി കാണാൻ ഇഷ്ടമായിരുന്നത് പോലെ അതൊരിക്കലും ഒരുപാട് കാലമായി ലോകത്തിൽ മതപരമായി പീഡിപ്പിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മതസ്വാതന്ത്ര്യം അനുഭവിക്കാൻ കിട്ടിയ ഒരു പ്രദേശമാണ് അമേരിക്ക എന്നുള്ള ഒരു സൂചന ഇവിടെ പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ കുഞ്ഞാടിനെ പോലെയുള്ള മൃഗം ഒരു ദിവസം മഹാസർപ്പത്തെ പോലെ സംസാരിക്കും. കാരണം ഈ ദർശനത്തിൽ അവസാനം ഉയർന്നു വന്ന പ്രദേശം റോമൻ സാമ്രാജ്യം, റോമാ ആധിപത്യം, പാപ്പാത്തോ റോമാ ആധിപത്യം ആദ്യം കുഞ്ഞാടിനെ പോലെ സംസാരിക്കുകയും അവസാനം അതാരാവുകയും ചെയ്യും? പ്രതിയോഗിയായ പിശാചിനെ പോലെ സംസാരിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ച്, സഭയോട് കോപിച്ച് എന്താണ്? ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായ സമൂഹത്തോട്, അല്ലെങ്കിൽ കടൽ തീരത്തെ മണൽത്തരിയോട്, അബ്രഹാമിൻ്റെ സന്തതിയോട്, ദൈവത്തിൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ സന്തതികളായവരോട് പോരാട്ടം നയിക്കുവാൻ വേണ്ടി അന്ത്യകാലഘട്ടത്തിൽ നിവർന്നു നിൽക്കും എന്ന് തന്നെയാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രതീകങ്ങളെക്കുറിച്ച് ഓർക്കുക. കര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രദേശവും, കടൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്താൽ സ്ഥാപിക്കപ്പെട്ട ഉറപ്പില്ലാത്ത താറുമാറായ രാഷ്ട്രങ്ങളും, വെള്ളം എന്ന് പറയുന്നത് ലൗകിക ആധിപത്യവും അതിന് ചുറ്റിപ്പറ്റിയുള്ള കലാപങ്ങളും കുഴപ്പങ്ങളുമാണ്. ഇവയൊക്കെയും പൈശാചികമായ ചിന്തകളായി മനുഷ്യരുടെ ഇടയിലേക്ക് വരാം. അതുകൊണ്ട് ഈ സൂചനകൾ, ബൈബിൾ പറയുന്ന ഇത്തരം പ്രതീകങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ കടലിനും കരയ്ക്കും മധ്യേ എന്ന ഈ പാഠഭാഗത്തിൽ ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെക്കുറിച്ച്, സിംബലുകളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ തലക്കെട്ട് പ്രവചനം വീണ്ടും എന്നുള്ളതാണ്. പ്രവചനം വീണ്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള, അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. നമ്മുടെ ലേഖകൻ പറയുന്നത് ശേഷിപ്പ് സഭ ജനിച്ചത് പുതിയ ലോകത്തിലാണ്. കൃത്യമായി മതസ്വാതന്ത്ര്യം തേടി ഓടിയൊളിച്ച 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ മറ്റെവിടെയോ നീണ്ട നാളായി നിലനിന്നിരുന്ന മതരാഷ്ട്രീയ എതിർപ്പുകളുടെ സൂചനയുള്ളതുകൊണ്ട് ഈ മാറ്റത്തിൻ്റെ വിക്ഷേപണം മറ്റെവിടെയോ ദ്രുതഗതിയിലോ ശക്തമായി ഉണ്ടാകുന്നത് സംശയമാണ്. അത് ഐക്യനാടായിത്തീർന്ന ഒരു പുതിയ പ്രദേശമായതുകൊണ്ട്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലം കാൽ സമുദ്രത്തിന്മേലും ഇടംകാൽ ഭൂമിമേലും വെച്ച് സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു,
ആർത്തപ്പോൾ 7 ഇടിയും നാദവും മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവരായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തത് പോലെ നിവൃത്തിയാകുമെന്ന് ആകാശത്തും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. നമ്മൾ വളരെ വ്യക്തമായി ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറക്കാനിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, ഇത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയർ കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. 10-ാമത്തെ അധ്യായം വളരെ സവിശേഷമായ 2 കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്ന്, യോഹന്നാന് ദൈവം കൊടുത്ത ആ ഒരു പ്രവചനത്തെ തുടർന്ന്, ദർശനത്തെ തുടർന്ന് ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു എന്നും അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും സൂര്യനെ പോലെ കാൽത്തൂണും ഉള്ളവനായിരുന്നു എന്നും പറഞ്ഞ് അവൻ സമുദ്രത്തിന്മേലും കരയുടെ മേലും, നമ്മൾ കടലും കരയും എന്താണ് എന്ന് കഴിഞ്ഞ പാഠത്തിൽ ദർശന സൂചനകൾ പഠിച്ചു. കര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശവും കടലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്താൽ സൃഷ്ടിക്കപ്പെട്ട ഉറപ്പില്ലാത്തതും ഒരിക്കലും നിലനിൽക്കാത്തതും താറുമാറാത്തതുമായ രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കുന്നതുമാണ് എന്നും പറഞ്ഞു. ഈ രണ്ടിന്മേലും കാൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഉച്ചത്തിൽ ആർത്തു. ആ ഉച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിനാദം കേട്ടു. ആ 7 ഇടിനാദത്തെക്കുറിച്ച് അവൻ എഴുതാൻ തുടങ്ങവേ അതിനെക്കുറിച്ച് എഴുതണ്ട എന്നും ഈ പ്രവചനങ്ങളെ മുദ്രയിട്ടിരിക്കുക എന്നും പറഞ്ഞു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അന്ത്യകാലഘട്ടത്തിലെ പ്രവചനങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചെറിയ പുസ്തകം. അത് തിന്നുമ്പോൾ മധുരമുള്ളതായിരുന്നു, പക്ഷെ വയറിന് കയ്പുള്ളതായിരുന്നു. കഴിക്കുമ്പോൾ മധുരവും കഴിച്ചു കഴിഞ്ഞ ശേഷം കയ്പും അനുഭവപ്പെട്ടതായിരുന്നു. അവസാനത്തെ വാക്യം നോക്കൂ. ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് നിനക്ക് പ്രവചിക്കേണ്ടി വരും എന്ന് ആ ഭാഗം യോഹന്നാനോട് വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ലേഖകൻ പറയുന്ന ഒരു ദൂതൻ ഒരു ചെറിയ പുസ്തകം, ദാനിയേലിൻ്റെ പുസ്തകമായിരിക്കാം, മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അനേക തലമുറകളായി ആദ്യമായി തുറക്കപ്പെട്ടു. ദൂതൻ്റെ ഒരു പാദം കടലിലും ഒരു പാദം ഭൂമിയിലുമാണ്. ഒരു പക്ഷേ ഇത് ആഗോളമായി പഴയതും പുതിയതുമായ ലോകത്തിലേക്ക് ദൂത് വ്യാപിക്കും എന്ന ആശയത്തിൻ്റെ സൂചനയായിരിക്കാം എന്നൊക്കെ ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്. അവസാനം ലോകം ദൈവമഹത്വത്താൽ പ്രകാശിക്കപ്പെടുകയും വെളിപാട് 14 അന്ത്യദൂത് എല്ലാവരിലേക്കും വഹിക്കപ്പെടും. സുവിശേഷം ലോകം മുഴുവനും ജാതികൾക്കും സകല ജാതികൾക്കുമായി പ്രസംഗിക്കപ്പെടണം. അന്നേരം ലോകത്തിൻ്റെ അവസാനം വരുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നിവൃത്തിയാകും. മനുഷ്യ ചരിത്രത്തിൻ്റെ ശ്രേഷ്ഠമായ പര്യവസാനത്തിലേക്ക് അത് കൊണ്ടുപോകും. മനുഷ്യ സാമ്രാജ്യത്തിൻ്റെ അവസാനവും ക്രിസ്തുവിൻ്റെ സ്ഥിരമായ സിംഹാസനാരോഹണവും ഉണ്ടാകാം. ദാനിയേലിൻ്റെ പ്രവചനം 2:34, 35, 44, 45 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ പ്രവചനങ്ങളുടെ നിറവേറൽ ഉണ്ടാകാം. കൃത്യമായി പറഞ്ഞാൽ ദാനിയേൽ 2:7 അധ്യായങ്ങളിൽ ദൈവം 2 വ്യക്തികൾക്കായി നൽകിയ ദർശനത്തിലൂടെ നൽകിയ ആ ഭൗതികമായ സാമ്രാജ്യങ്ങളുടെ അധപ്പതനം, ഭൗതിക സാമ്രാജ്യങ്ങളുടെ നാശം സംഭവിക്കും. പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവുണ്ടാകും. മനുഷ്യർ കാഹളനാദം മുഴക്കിക്കൊണ്ട് കർത്താവിനോടൊപ്പം അവനെ വാനമേഘങ്ങളിൽ എതിരേൽക്കും. വിശുദ്ധരായവർ അവനോടൊപ്പം ആയിരിക്കും. പാപം ചെയ്തവർ തീപ്പൊയ്കയിൽ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ വരും എന്നൊക്കെ പ്രവചനത്തിൽ പറയുന്ന പ്രവചനങ്ങളുടെ നിറവേറലിൻ്റെ കാലഘട്ടമാണ്
ഇനി വരുന്നത്. ആ ചെറിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ആ പ്രവചനത്തെക്കുറിച്ചുള്ള പുസ്തകത്തെ തുറക്കുവാൻ വായിക്കുവാനും ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നും വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ഈ ചെറിയ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. വേദപുസ്തകത്തിൽ തന്നെ ഒന്നാമത്തെ വെളിപാട് 1, 5, 10, അതുപോലെ 20, 22 അധ്യായങ്ങളൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ ഈ ചെറിയ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന് യോഹന്നാനോട് കർത്താവായ യേശു ക്രിസ്തു വെളിപാടുണ്ടാകുന്നത്, ആ ഒരു ദർശനം നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായം വായിച്ചു തുടങ്ങുന്നതേ അതിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്ന സിംഹാസനത്തിൻ്റെ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ ഒരു എഴുതിയ ഒരു പുസ്തകം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ്. അത് ഭൂമിയിലുള്ള ആർക്കും അത് തുറക്കുവാൻ കഴിഞ്ഞില്ല. അതിന് യോഗ്യരായ ആരെയും ഭൂമിയിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു എന്നും ആ ദർശനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ അഞ്ചാമത്തെ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നോക്കൂ. 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറഞ്ഞു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ചെറിയ പുസ്തകത്തിലെ മുദ്ര തുറക്കാനും അതിൻ്റെ ആ ദർശനത്തെ ലോകത്തിന് അറിയിച്ചു കൊടുക്കാനും ഒരുത്തൻ ദാവീദ് ഗോത്രത്തിൽ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ടായിരുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങാനും അതിൽ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, അറുക്കപ്പെട്ട നിന്റെ രക്തം സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു. നോക്കൂ, അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ സകല ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലുമായവരെ തൻ്റെ ജീവരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവനായ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ആ പുസ്തകത്തിനെ തുറക്കുവാനോ അതിൽ നിന്ന് ഒന്ന് പറയുവാനോ ഒന്ന് വ്യാഖ്യാനിക്കുവാനോ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു എന്ന ജീവരക്തത്താലാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഞാൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ ലോകത്തോട് പറയുവാൻ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. അവനല്ലാതെ മറ്റൊരു കുഞ്ഞാടില്ല, മറ്റാരും ലോകത്തെ രക്ഷിപ്പാനായിട്ടില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നോക്കൂ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ ദർശന പുസ്തകത്തിനെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളതിനെ പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരാണ് നമുക്ക് എന്ന് നാം വ്യക്തമായും ഇനിയും അത് തിരിച്ചറിയാത്ത ലോകമാണ്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷം ഇത്ര കാർക്കശ്യത്തോടുകൂടി ലോകത്തോട് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാത്തവരുടെ ലോകമാണ്. കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയാത്തവരുടെ ലോകമാണ്. അതുകൊണ്ട് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ നമുക്ക് അവനെ എതിരേൽക്കാൻ കഴിയണ്ടേ? അവനിൽ മാത്രമേ ആ ജീവന്റെ പുസ്തകം ഉള്ളൂ. അവനത് തുറന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മളില്ല എങ്കിൽ അല്ലേ? വെളിപാട് പുസ്തകം നമ്മൾ 22-ാം അധ്യായം തന്നെ പഠിക്കുമ്പോൾ നാം നമ്മെ തന്നെ അതിനുവേണ്ടി വിശുദ്ധീകരിക്കുകയും ഒരുക്കുകയും ചെയ്യണം എന്നാണ് യോഹന്നാൻ വെളിപാടിലൂടെ നമ്മോട് പറയുന്നത്. നമുക്ക് ആ ഭാഗമൊന്ന് നോക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തു ചെയ്യരുത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി തയ്യാറാകരുത്. അതിൻ്റെ 13-14 വാക്യം വായിച്ചു നോക്കൂ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും
ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് ഏവനും പുറത്തു തന്നെ. അവർക്കാർക്കും ദൈവത്തെ ആരാധിക്കാത്തവർക്കാർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രത്തിന് നമുക്ക് വേണ്ടി ഉദിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മർമ്മങ്ങൾ ഇക്കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നും മനസ്സിലാക്കുക. നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എലൻ ജി വൈറ്റ് പറയുന്നത്, എലൻ ജി വൈറ്റിൻ്റെ ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന പുസ്തകത്തിലെ ബാബേൽ ഗോപുരം എന്ന ഭാഗം കൂടുതൽ പഠനത്തിനായി നമ്മൾ വായിക്കാറ് 117 124 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. ദുഷ്ടന്മാരെ ദഹിപ്പിച്ച അഗ്നി ഭൂമിയെ ശുദ്ധീകരിക്കുകയും പാപത്തിൻ്റെ ഓരോ അംശത്തെയും തുടച്ചു നിൽക്കും. പാപത്തിൻ്റെ പരിണിത ഫലമായ ഭയാനകമായ അഗ്നി വിശുദ്ധന്മാരുടെ മുമ്പാകെ പിന്നീട് ഉണ്ടായിരിക്കുകയില്ല എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേദപുസ്തകത്തിലെ ചരിത്ര ഭാഗങ്ങളെ, പ്രവചന ഭാഗങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര തീക്ഷ്ണതയോടെ പഠിക്കേണ്ടത്? ഒരുപക്ഷെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വ്യാഖ്യാനിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരുപക്ഷെ സാധിച്ചൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർശനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ഓരോ തരം ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെയും തകർന്നുപോയി. ആ പ്രവചനത്തിൻ്റെ നിറവേറലുണ്ടായിരിക്കുന്നു. ഇനിയുള്ളത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വലിയ സാമ്രാജ്യമാണ്. ആ രണ്ട് ദർശനങ്ങളിലും ഉണ്ടായിരിക്കുന്ന സാമ്രാജ്യങ്ങൾ വരികയും സാമ്രാജ്യങ്ങൾ അസ്തമിക്കുകയും ചെയ്തു. ഇന്നുണ്ടായിരിക്കുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് അധികകാലമില്ല. മാനുഷികമായ വ്യവഹാരങ്ങളിലൂടെ, മാനുഷികമായ ചിന്തകളിലൂടെ മനുഷ്യൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ രാജ്യങ്ങൾക്കോ സാമ്രാജ്യങ്ങൾക്കോ നിലനിൽപ്പില്ല. നിലനിൽക്കുന്നത് സ്വർഗീയ സാമ്രാജ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുക്കുക എന്ന് പറയുന്നു. സകല ജാതികളോടും ഭാഷയോടും ഗോത്രത്തോടും വംശത്തോടും പറയുവാൻ ഈ ഒരു കാര്യമേ ഉള്ളൂ: ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുക്കുക. ആ മഹത്വത്തിൻ്റെ ഓഹരി എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മളതിൻ്റെ പങ്കാളികളായി തീർന്നുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ദുർനടപ്പുകാർക്ക്, വിഗ്രഹാരാധികൾക്ക്, ക്ഷുദ്രക്കാർക്ക്, ആഭിചാരകന്മാർക്ക്, ബിംബാരാധികൾക്ക്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചത്തുകിടക്കുന്ന, ജീവനില്ലാത്ത, കണ്ണു തുറക്കാത്ത, ചെവി കേൾക്കാത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ആരാധിക്കുന്നവർ ഭോഷ്കാണ് ചെയ്യുന്നത്. ഒരു വിഗ്രഹങ്ങൾക്കും നമ്മളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ രക്ഷിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം ആകുന്നു. ഈ സത്യം തിരിച്ചറിയാതെ മാനുഷിക കൽപ്പനകളായ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറേ പ്രതിമകൾക്ക് മുമ്പിൽ ആരാധിക്കുവാൻ വേണ്ടി ചെന്ന് നിന്നു കഴിഞ്ഞാൽ അത് അന്ത്യകാലഘട്ട പ്രവചനത്തിൻ്റെ നിറവേറലാകും. ആ നിറവേറലിൽ നാം ഒക്കെയും അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകാതെ ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുക്കുവാൻ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് സ്വർഗീയ സാമ്രാജ്യത്തിൻ്റെ അവകാശികൾ, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാഷ്ട്രങ്ങൾ എന്ന പാഠഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനും വലിയവനുമായ ദൈവമേ, കർത്താവേ, നീ അടിയങ്ങളുടെ ഏക ദൈവമാകുന്നു. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ ഏറ്റവും വലിയ ന്യായപ്രമാണമാകുന്നു. നിന്നെ അനുസരിക്കുന്നതിന് ഏറ്റവും വലിയ സ്നേഹമാകുന്നു എന്ന് അടിയങ്ങളെ പഠിപ്പിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവേ, ജീവകാലം മുഴുവൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ അങ്ങ് ഇടവരുത്തുമാറാകണമേ. ഇന്ന് ഈ വചനം സംസാരിക്കുവാൻ, പഠിപ്പിക്കുവാനും ഉള്ള കരുത്തും ശബ്ദവും നൽകിയതിനായ സ്തോത്രം. എല്ലാ അറിവും അവിടത്തേക്ക് മാത്രം നാഥ. ആ തിരിച്ചറിവുകളൊക്കെയും നീ വചനത്തിലൂടെ, അടിയനിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ അനുഗ്രഹവും വിശുദ്ധിയും അടിയനും ലഭ്യമാകുവാൻ ഇടവരുത്തുമാറാകണമേ. സർവ്വപാപങ്ങളും അങ്ങ് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. നിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും സാഷ്ടാംഗം അടിയനെ സമർപ്പിക്കും ദൈവമേ. ലോകത്തുള്ള സകല മനുഷ്യരെയും ഈ വചനം കേൾക്കുകയും ഈ വചനത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന
അങ്ങയുടെ എല്ലാ മനുഷ്യരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹമായിരിക്കണം അടിയങ്ങളെ പരസ്പരം ഒന്നിക്കുന്ന കണ്ണി എന്ന ബോധ്യത്തോടുകൂടി അങ്ങയിൽ വിശ്വസിച്ച് ജീവിപ്പാൻ സകലരെ അനുഗ്രഹിക്കുമാറാകണമെന്നാഥ. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഏതൻ ടിവിയെയും അതിനെ നിയന്ത്രിക്കുന്ന പ്രിയ സഹോദരനെയും അവരുടെ കുടുംബത്തെയൊക്കെയും തിരുക്കരങ്ങൾ നൽകുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. ഏതൻ ടിവിയുടെ പ്രവർത്തനത്തിനായി സഹായിക്കുന്ന കുടുംബത്തെയും മറ്റ് ഉള്ള എല്ലാവരെയും സ്നേഹിക്കുകയും സഹകരിക്കുകയും അടിയങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകലരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കൊണ്ടിടത്തുമാറാകണമേ. യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ ചോദിക്കുന്ന പ്രിയ പിതാവേ, ആമേൻ.